സ്വാഗതം. ഇന്ന് എന്താ വീഡിയോ അറിയാവോ? ഇന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന എഗ് മഫിനാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കഴിച്ച് കാണിക്കാം, ഉണ്ടാക്കിയും കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? ഹായ്. അപ്പോൾ തക്കടുമോൻ്റെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്തായി നമ്മുടെ വീഡിയോ എന്ന്. വളരെ എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന എഗ്ഗ് വെച്ചുണ്ടാക്കുന്ന ഒരു വെറൈറ്റി വിഭവമാണ്. ഇതുണ്ടാക്കി കഴിച്ചവരൊക്കെ കാണും, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എഗ് മഫിൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ചിരകിയ തേങ്ങയാണ്. അത് നമ്മുടെ മുട്ടയുടെ എണ്ണ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കുന്നത്. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മുട്ട എടുക്കുന്നുള്ളൂ. 1 മുട്ടയിൽ ചേർക്കാൻ ഇത്രയും തേങ്ങ വേണ്ട, പക്ഷേ ഇത് കുറച്ച് തേങ്ങയുണ്ട്. അടുത്തത് ടൊമാറ്റോ ആണ്. നല്ലതായിട്ട് പഴുത്ത ഒരു ടൊമാറ്റോ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതും ഒരുപാട് അങ്ങ് ചെറുതായിട്ടൊന്നും അരിയണ്ട, ഈ ഒരു അളവിൽ നമുക്ക് പീസാക്കി എടുത്ത് വയ്ക്കുക. അടുത്തത് ഇത് സവാളയാണ്. സവാള ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് മാത്രം മതി നമുക്ക് എഗ് മഫിൻ ഉണ്ടാക്കാൻ. പിന്നെ എഗ്ഗും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ട ഇതാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു മുട്ടയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ അതിൽ നിന്നും ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പും എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടും പിന്നെ നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇതിപ്പോൾ ഞാനൊരു ഒറ്റ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ട് ബാലൻസ്, നമ്മൾ ഉപയോഗിക്കാനെടുത്ത ബാലൻസ് ഐറ്റം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇവിടെ എഗ് മഫിൻ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ്. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ ഈ ഒരു വിഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഇവിടെ തക്കുടുമോനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു മുട്ട കൊണ്ടുള്ള ഒരു വിഭവമാണ്, നമുക്ക് കണ്ടാൽ പറയത്തുമില്ല. എന്നാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വെറൈറ്റി സാധനങ്ങളാകുമ്പോൾ അവർക്ക് ഒന്നുകൂടെ കഴിക്കാനായിട്ടൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് അവരുടെ സ്നാക്സ് ബോക്സിലും ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നും ഇവിടെ സേമിയ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സേമിയയുടെ ഒരു അപാരത എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരുവാണ്. സേമിയയുടെ ഒരു സ്റ്റാറ്റസ് ഇട്ടതോടു കൂടി അന്ന് എല്ലാവരും സേമിയ ഉണ്ടാക്കി. ഇന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ മിക്ക ദിവസങ്ങളും ഞങ്ങൾ പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് സേമിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തൂകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിത് അതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. അപ്പം ഞാനിത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 മുട്ടയാണ് എടുത്തത് കൊണ്ട് നമുക്ക് എല്ലാ കുഴിയിലും നമുക്ക് ഇതേപോലെ ഒഴിക്കാനായിട്ട് കിട്ടത്തില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം 2 സ്ഥലം നമുക്ക് ഗ്യാപ്പായിട്ട് കിടക്കുവാണ്. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒന്നും ഇളകി വീണിട്ടുണ്ട് ബാക്കി. അപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കുഴിയിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ഇത് ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ? അപ്പം ഇനി ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 സെക്കൻഡോളം മതി. അത് കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ എന്താണ്ട് ഇവിടെ ഇത് റെഡി ആകാറായിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാനിത് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് എനിക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായെന്ന് കരുതിയിട്ടൊന്നും നമ്മൾ ഇതാവണ്ട. അത് നമ്മൾ തിരിച്ചിടുമ്പോൾ അത് കറക്റ്റ് തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഇതേണ്ട എനിക്ക് ഇന്നിവിടെ കിട്ടുന്നത് ഒരു 5 എണ്ണമാണ്. അപ്പോൾ നമുക്ക് 1 മുട്ട വെച്ചിട്ട് 5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറച്ചുള്ള വീട്ടിലൊക്കെ 1 മുട്ട 2 മുട്ട എടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ 10 എണ്ണം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എഗ് മഫിൻ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഷേപ്പ് കിട്ടിയില്ല എന്നൊന്നും കരുതി നമുക്കൊരിക്കലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് തിരിച്ചിടുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ഷേപ്പ് കിട്ടിക്കോളും. ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ കുഴിയിൽ വന്നിരുന്നതാണ്, അങ്ങനെയാണ് നമുക്കിപ്പോൾ അത്രയേ ഉള്ളത്. ഇപ്പോൾ തന്നെ തിരിച്ചിട്ടപ്പോൾ കണ്ടില്ലേ? ഇത് നമുക്ക്
നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസൊക്കെ അല്ലാതെ തന്നെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികളാകുമ്പം നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ക്യാരറ്റും ഇപ്പം തന്നെ ടൊമാറ്റോ നമ്മൾ തക്കാളി അതിലിട്ടപ്പോൾ തന്നെ ആ ഒരു കളറിനൊരു റെഡും കൂടി അതിനിടയ്ക്ക് വന്ന് ക്യാപ്സിക്കം ഇടാം. അങ്ങനെ നമ്മുടെ മിക്ക വെജിറ്റബിൾസും നമുക്ക് ഇതിനുള്ളിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ എഗ് മഫിൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അത് എങ്ങനെയാണ് ഞാനും എൻ്റെ തക്കടുമോനും കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. ഹലോ, അപ്പോൾ നമ്മുടെ എഗ് മഫിൻ റെഡിയായി. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വിഭവം ഇവിടെ സുപരിചിതമാണ്. എളുപ്പം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എന്നാലും ഞാനിങ്ങനെ വെറൈറ്റീസ് ഒക്കെ പരിചയപ്പെടും. അപ്പം നമുക്ക് നോക്കട്ടെ, കഴിക്കും. ചൂടായിപ്പോയി. പക്ഷെ നിങ്ങളോട് വീഡിയോ കാണിക്കാനുള്ള ആക്രാന്തത്തിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് കഴിച്ചു. നല്ല ചൂടായിരുന്നു. അപ്പൊ എനിക്കും കൂടി വാർത്താ. സൂപ്പർ ഐറ്റം ആണ്. നല്ല ഒരു വെറൈറ്റി ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മിക്കവാറും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാരൊക്കെ കാണും. ഇത് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പവും ടൈമൊക്കെ ലാഭിച്ചും എന്നാൽ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. തക്കടുമോനെ കാണിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ തക്കടുമോൻ കാണും. അപ്പം അടുത്ത വീഡിയോ കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.